the latest initiative under Vibhasya, a knowledge forum. Today's event is about marking this milestone and hearing from our esteemed guest, Dr. Murali Thumarakudi. ഇങ്ങനെ ഒരു എയർപോർട്ട് ഈ ലോകത്തിൻ്റെ കോണിലുണ്ടെന്നും ഇവിടുത്തെ പച്ചപ്പ് ഇങ്ങനെയാണെന്നും ഇവിടുത്തെ സുസ്ഥിരത എങ്ങനെയാണെന്നും ഇവിടുത്തെ സോളാറിനെ കുറിച്ചും ആദ്യമായി ഇത്തരം ഒരു വേദിയിൽ ഉന്നയിച്ചത് ശ്രീ തുമാരക്കുടിയാണ്. ഞാൻ ഒരിക്കൽ പാലക്കാട് കേരള യുക്തിവാദി സംഘത്തിൻ്റെ സ്റ്റേറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്ന വഴിക്ക് കൊല്ലങ്കോട് ക്ഷേത്രത്തിൽ പോയി വെടിവഴിപാട് നടത്തി പോയ ആളാണ്. ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള വ്യൂ പോയിന്റ് ഞാൻ പലപ്പോഴും തമാശയ്ക്ക് പറയും, ഒരു അണ കെട്ടുന്നു ഒരു പെണ്ണ് കെട്ടുന്നു ഒരുപോലെയാണ്. പക്ഷെ എന്ന് പൊട്ടുന്നു എന്നുള്ളത് എന്ന് കെട്ടി എന്നുള്ളതിനനുസരിച്ചല്ല ഇരിക്കുന്നത്, എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മളത് കാര്യക്ഷമമായിട്ട് ചെയ്യേണ്ടതുണ്ടോ? കേരളത്തിൽ ഒരു വർഷം റോഡിൽ മരിക്കുന്ന മാത്രം 4000 ആളുകളാണ്. 47 മില്യൺ ആളുകളുള്ള സ്പെയിനിൽ 100 മില്യൺ ടൂറിസ്റ്റുകൾ വരാമെങ്കിൽ 33 മില്യൺ ജനസംഖ്യയുള്ള കേരളത്തിൽ എന്തുകൊണ്ടാണ് 2 മില്യൺ ടൂറിസ്റ്റുകൾ മാത്രമുള്ളത്? ലൈബ്രറിയിൽ നിന്ന് എങ്ങനെ ബുക്ക് ചെക്ക് ഇൻ ചെയ്യാം, ചെക്ക് ഔട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഡെമോയാണിത്. ഒരു ലൈഫ് ടൈമിൽ വായിച്ചിരിക്കേണ്ട ലിസ്റ്റ് ഓഫ് ബുക്സ് കിട്ടും. വളരെ ആഴവും പരപ്പുമുള്ള ഒരു പ്രഭാഷണം നമുക്ക് വേണ്ടി സമ്മാനിച്ച ശ്രീ മുരളി തുമ്മാരക്കുടി സാറിനെ അതിഥിയായി ഒപ്പം എത്തിയ ശ്രീ സുനിൽ പ്രഭാകരനും വിഭസ്യ നോളജ് ഫോറത്തിൻ്റെ പേരിലും സിയാലിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു.